കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഈ മലൻ ടി വിക്കകത്തൊരു വാർത്ത വന്നായിരുന്നു. കോഴിക്കോട് കാറ്ററിംഗ് കമ്പനി നടത്തുന്ന ഒരു മുസ്ലിമായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ കുറേ സ്റ്റാഫുകൾ, അവർ ഹിന്ദു സഹോദരികളാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ കോഴിക്കോട് ഒരു കല്യാണ മണ്ഡപത്തിൽ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഈ സ്ത്രീകൾ വരികയും അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചിട്ട് പകരം അവർക്ക് മക്കനെ ഇടിയിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്ത സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഈ സംഘി സൈബർ റോളുകളെല്ലാം എടുത്തിട്ട് അങ്ങ് പൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ മറ്റ് മാധ്യമങ്ങളിലൊന്നും ഈ ഒരു വാർത്ത വന്നില്ല. ഈ വാർത്ത വന്നതിന് ശേഷം ഈ ഞാൻ ഭാരതീയൻ അങ്ങനെ കുറേ വേട്ടാവളിയന്മാരുണ്ടല്ലോ, ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി കുണ്ടം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുണ്ടന്മാരെല്ലാം കൂടെ വന്നിട്ട് അങ്ങ് കൊണയടിച്ച്. മിഥുനെന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ, അവൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തു. ആ ഒരു വീഡിയോ കണ്ട ഉടനെ നമ്മുടെ മിത്രങ്ങളെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു, ഇവൻ രാജ്യദ്രോഹിയാണ്, ഇവൻ പറഞ്ഞത് കേട്ടില്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഇവനെ തൂക്കിയെടുത്ത് അകത്താക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊക്കെ വന്നിരുത്. സോഷ്യൽ മീഡിയ വന്ന് അങ്ങോട്ട് തട്ടിവിട്ട് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ലവൻ മുസ്ലിം അല്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവനോടനെ മറ്റേ ഭ്രാന്തായി. പിന്നെ 8 വർഷം ഊളംപാറയിൽ ചികിത്സയിലായിരുന്നു. അന്ന് മെഴുകി മറിഞ്ഞ ഈ മിത്രങ്ങളെ ഓർക്കുമ്പോഴത്തേക്ക് സത്യം എനിക്ക് സഹതാപം തോന്നിപ്പോവാ. കാരണം പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. കാരണം കുഞ്ഞുനാൾ മൊട്ടി ഈ ശാഖയിൽ പോകുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇവന്മാരുടെ ഈ ചാണകത്തലയ്ക്കകത്ത് ഉദിക്കത്തുള്ളൂ. കാളിയണ്ണൻ ഈ വാർത്ത എടുത്തുകൊണ്ടിരുന്നത്. കാരണം പുള്ളി കുറേയൊക്കെ നോക്കിയും കണ്ടൊക്കെ വാർത്ത ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഈ അടുത്ത കാലത്തൊക്കെ തോന്നിയിട്ടുള്ളത്. കാരണം കുറച്ച് നല്ല വീഡിയോകളൊക്കെ പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾക്കൊക്കെ BJP-നെ സംഘപരിവാറിനെയൊക്കെ തള്ളി പറയുന്നത്, കാരണം തെറ്റാണ് എന്ന് പുള്ളിക്ക് ബോധ്യപ്പെട്ടപ്പം തള്ളി പറഞ്ഞുകൊണ്ട് വരുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ അണ്ണന് തെറ്റി. കാരണം ഈ ഒരു വാർത്ത അടിസ്ഥാനരഹിതമാണ്. ആ തൊഴിലാളികൾ തന്നെ വന്നിട്ട് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ അണ്ണൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാനത് കാണിച്ചു തരാം. അണ്ണൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അണ്ണൻ ഇത് കണ്ടു. അണ്ണൻ മറ്റുള്ള സംഖ്യകളെ പോലെ ആകരുത്. അപ്പോൾ സഹോദരങ്ങൾക്കൊക്കെ നന്മ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പോൾ അണ്ണൻ ഒരിക്കലും ഈ വേട്ടാവളിയന്മാരെ പോലെ ആകരുത് കേട്ടോ. അണ്ണൻ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് അണ്ണന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. ശരിക്കും ഇതിനകത്ത് ഈ മതയോളി ആരാണെന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മതമൊക്കെ വേണമെണ്ണ, അതൊക്കെ ഒരു പരിധി വരും. അണ്ണൻ്റെ മതത്തെക്കുറിച്ച് അണ്ണന് പറയാൻ ഇവിടെ ഒരാളും എതിര് പറയത്തില്ല. എനിക്ക് എൻ്റെ മതത്തെക്കുറിച്ച് പറയാം, നന്മകൾ മാത്രം. പക്ഷെ മറ്റു മതക്കാരെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറയാതിരിക്കുക. അവനവൻ്റെ മതത്തെക്കുറിച്ച് നമുക്ക് എന്ത് വേണേലും പറയാം. അതിന് ഒരുത്തൻ്റെ മുമ്പിൽ നമ്മൾ തലകുനിക്കേണ്ട കാര്യമില്ല, അഭിമാനത്തോടുകൂടി തന്നെ പറയാം. അപ്പൊ അണ്ണൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. കോഴിക്കോട് ഒരു കാറ്ററിംഗ് നടത്തുന്ന ആളെന്നും പറയാൻ പറ്റില്ല, ഒരു മതയോളി കുറെ ഹിന്ദു സ്ത്രീകളെ കൊണ്ട് തലയിൽ മഫ്തടിയിച്ചു എന്ന് പറഞ്ഞൊരു പരാതി വന്നു. അപ്പം ഇന്നലെ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കമൻ്റ് ഉണ്ടോ, അത് അവിടുത്തെ സ്ത്രീകൾ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഡിലീറ്റ് ചെയ്തു കേട്ടോ. ഞാൻ പിന്നെ പൂർണ്ണമായിട്ട് എൻ്റെ പിറകെന്ന് പോയി ഈ പറഞ്ഞ എന്താ പറയുക കാറ്ററിംഗ് ജോലിക്കാരായിട്ടുള്ള സ്ത്രീകളെ കൊണ്ട് എങ്ങനെയാണ് ഇത് ഇടിയിച്ചെന്ന് ഞാൻ വെറുതെ നോക്കിയപ്പോൾ ഈ ഫോട്ടോ കണ്ടത്. ഇതിനെയാണ് സോഷ്യൽ മീഡിയ കൂടെ മുസ്ലിം നാമധാരികൾ വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ നാറികളെ, നിങ്ങൾക്കൊന്നും തലയ്ക്ക് വെളിവില്ലടാ. എടാ കാറ്ററിംഗ് നടത്തുന്ന ആൾക്കാർ മുടി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ക്യാപ്പ് ഉപയോഗിക്കുന്നത്, ഹെയർ ക്യാപ്പ് ഉണ്ട്. അല്ലാതെ ഇങ്ങനെ മൂടിക്കെട്ടി മഫ്തിട്ടിട്ട് ഒരുമാതിരി മുസ്ലിം പെണ്ണുങ്ങൾ നടക്കുന്ന പോലെ അല്ല. അങ്ങനെയല്ല ഇതുപോലത്തെ പരിപാടിയിൽ മുടി കൊഴിയുന്നതിന് ഇടുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അയാൾ ചെയ്യുന്നത് അയാളെ മതബോധത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ്. ഇതിനില്ല എന്ന് പറയാൻ നിങ്ങളെ എത്ര തന്നെ ശ്രമിച്ചാലും നമുക്കറിയാം അയാൾ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത്. പിന്നെ എന്തിനാ വെളുപ്പിക്കാൻ നിൽക്കണത്? എടാ നാറികളെ, നിങ്ങൾക്ക് നാണമില്ലടാ. നിങ്ങളല്ലടാ പറയേണ്ടത്. ഇത് കേരളമാണ്, ഇതൊരു മതേതര കേരളമാണ്. ഇവിടെ ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ ശരിക്കും മോശമാണ് എന്ന് പറയാൻ ഈ നായിന്റെ മക്കൾക്ക്, അല്ലെങ്കിൽ അയാളെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്ന നായിന്റെ മക്കൾക്ക് എന്തുകൊണ്ട് പറ്റണില്ല? അതാണ് നിന്റെയൊക്കെ മതബോധം എന്ന് പറയണത്. നീയൊക്കെയാണ് എന്നോട് മിണ്ടാട്ടിരിക്കാൻ പറഞ്ഞത്. ഞാൻ എങ്ങനെ മിണ്ടാട്ടിരിക്കും? ഈ വിഷയത്തിൽ നിങ്ങൾ അയാൾക്കെതിരെ സംസാരിച്ചിരുന്നെങ്കിൽ ചെയ്ത് ചെറ്റത്തരാണ്, അത് ശരിക്കും ഈ മഫ്തടിയിക്കുന്ന പോലെ ഇടിയിച്ചത് ശരിയായില്ല എന്ന് പറയേണ്ട നിങ്ങൾ അത് മുടി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംഘികളെ, അല്ലാതെ തട്ടടിയിച്ചതല്ല മഫ്തടിയിച്ചതല്ല എന്നൊക്കെ പറയാൻ നിൽക്കുന്നതിനും മുമ്പ് ഒരു നിമിഷം നിങ്ങൾക്ക് ആ ഫോട്ടോ കണ്ടറിയാം എന്താണ് അയാൾ ഉദ്ദേശിച്ചെന്നുള്ളത്. എന്നിട്ട് അയാളെ വിളിപ്പിക്കാൻ നടക്കുന്ന നീയൊക്കെ. എടാ നീയൊക്കെ കാരണം ഇവിടുത്തെ ഓരോ ഹൈന്ദവന്റെ ഉള്ളിലും സംഘിബോധം ഉണരുന്നത്. ഇവനെ പോലത്തെ മതയോളികൾ കാരണമാണ് ഓരോ സംഘികളും വാതുറക്കുന്നത്. മിണ്ടാതിരിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലടാ. ഞങ്ങൾ പറയും, ഞങ്ങൾ കാണാത്ത കാഴ്ചകൾ കാണുമ്പോൾ, ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളത് പറയും. ഇവിടെ ഏതെങ്കിലും ഒരു
ഹിന്ദു സ്ഥാപനം നടത്തുമ്പോൾ അതിൽ മുസ്ലിം പെൺകുട്ടി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ കൊണ്ട് കുറി തൊടിയിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യിപ്പിക്കാനോ നടക്കുന്നുണ്ടോ? അതില്ലാത്തോടത്തോളം കാലം ഹിന്ദു പറയടാ, ഞങ്ങൾ തന്തയ്ക്ക് പറഞ്ഞവരാണ്, ഞങ്ങൾ പറയും. ഞങ്ങളാരെയും മതബോധം കുത്തി കയറ്റാനോ അല്ലെങ്കിൽ മതചിഹ്നങ്ങൾ കൊണ്ടുനടക്കാനോ പറയില്ല. അപ്പൊ ഞങ്ങൾ പറയും, ഇതുപോലത്തെ നായിന്റെ മക്കൾ ചെയ്യുന്ന പണിക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും. ഇത് ചോദിക്കാനുള്ള ഇടം നിങ്ങൾ വരുത്തരുത്. ഇത് കേരളമാണ്, ഇത് മതേതര കേരളമാണ്. ഇവിടെ ഒരു മതം അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ മത ചിഹ്നങ്ങൾ അടിച്ചേൽപ്പിക്കാനോ പാടില്ല. ആ സ്ത്രീകൾ അവരെ കുറ്റം പറഞ്ഞില്ല, അവർ നിവൃത്തികേടായിരിക്കും. അതിന് ഒരു മനുഷ്യന്റെ നിവൃത്തികേടിനെ മുതലാക്കാൻ നിൽക്കരുത്, മനസ്സിലായോ? ഒരാളും അത് ചെയ്യാൻ പാടില്ല. നിവൃത്തികേടിനെ മുതലാക്കരുത്. ആ സ്ത്രീകൾക്ക് വേറെ ജോലി കിട്ടില്ല എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ അവര് ഞങ്ങളോട് ഇങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറയുമായിരിക്കും. പക്ഷെ ഈ കാണുന്ന ഞങ്ങൾ തീട്ടല്ലല്ലോ തിന്നണത്, അന്നല്ലേ. അപ്പൊ ഈ തെമ്മാടത്തിന് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ടല്ലോ, തന്തല്ലാത്തരം ചെയ്യാൻ നിൽക്കണ്ടല്ലോ. ആ മാന്യമായിട്ട് ഇതാ എയർ ക്യാപ്പ് ഉണ്ടല്ലോ, ഇട്ട് കൊടുത്താലും മുടി ചാടൂലല്ലോ. അങ്ങനെ തന്നെയല്ലേ എല്ലാ കാറ്ററിംഗിലും ഹോട്ടലിലും നടത്തുന്നത്. ഇവിടെ മാത്രം എന്തിനാ പച്ച മഫ്തൊക്കെ ഇടിയിപ്പിക്കണേ? അപ്പൊ നിന്റെക്കുള്ളിൽ ആ മതക്കഴപ്പുണ്ടല്ലോ, അതല്ലേ കാര്യം. എന്നിട്ട് അത് ആരും പറയാൻ പാടില്ല, പറഞ്ഞ വർഗീയവാദി ഓടാം മറ്റവന്മാരെ. വിവാദമാണ്. ഞങ്ങൾക്ക് ഇവിടെ കാറ്ററിംഗ് സർവീസിന് 3-4 തരം ഡ്രസ് കോഡുകളുണ്ട്. ആ ഒരാഴ്ച മുന്നേ നടന്ന കല്യാണത്തിന് ഞങ്ങൾ തെരഞ്ഞെടുത്ത ഡ്രസ് കോഡിന്റെ കൂടെ ഒരു ഷോള് തലയിൽ കൂടിയിട്ടിരുന്നു. അതൊരു വിവാദപരമായി മാറിയിരിക്കുകയാണ്. ഇത് ഞങ്ങൾ കാറ്ററിംഗ് തൊഴിലാളികൾ ഞങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ്. ഇതിലിപ്പോൾ പുറത്ത് വാർത്ത വരുന്നത് ഈ മാനേജ്മെന്റ് ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിച്ചതാണ്. അത് 100% തെറ്റായ വാർത്തയാണ്. മാനേജ്മെന്റ് ഞങ്ങളെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ അന്നത്തെ യൂണിഫോം തെരഞ്ഞെടുത്തത്. പിന്നെ എന്താ വെച്ചാൽ ഇതിന് നാട്ടിലും മീഡിയകളിലും ചാനലുകളിലും ഞങ്ങളെ ഫോട്ടോ വെച്ച് ഞങ്ങൾ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തകളൊക്കെയാണ് വന്നത്. പരാതി പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവര് പിൻവലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള പോസ്റ്റുകളും എല്ലാം മീഡിയകളിലോ അല്ലെങ്കിൽ ഞങ്ങളെ ഫോട്ടോ വെച്ചിട്ടുള്ള വാർത്തകൾ വരികയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ നിയമ നടപടികളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകുന്നതായിരിക്കും. ഒരു 4-5 വർഷമായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു കാറ്ററിംഗ് സർവീസാണ് ഇവിടെ ഏകദേശം 40-50 കുടുംബങ്ങൾ ഇവിടെ സ്ഥിരമായിട്ടും താൽക്കാലികമായിട്ടും പണിയെടുക്കുന്നുണ്ട്. ഇതുവരെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇതിൽ ഈ പ്രചരണത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. ഞങ്ങളെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയണം, ഈ ചെയ്തത് ഞങ്ങളെ ഡ്രസ് കോഡ് ഞങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. മാനേജ്മെന്റ് ഞങ്ങളെ ഒരു കാര്യത്തിനും ഇന്നേ വരെ ഇവിടുന്ന് നിർബന്ധിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് ജോലി ചെയ്യുന്നത്. ഇത് ഞങ്ങളെ എന്താ ഈ പ്രചരിപ്പിച്ചോലെ ഉദ്ദേശം എന്താണോ, ഞങ്ങളെ പണി പോക്കുകയാണുള്ള ഉദ്ദേശമാണോ എന്നുള്ളതും മനസ്സിലാവുന്നില്ല. കാളി ടെക്നോളജി അണ്ണ, നീ പറയുന്ന അതേ സഹോദരിമാരാണ് ഇപ്പൊ ഈ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നോണ്ട് ഇത് പറഞ്ഞത്. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവർ ആ വസ്ത്രം ധരിച്ചതെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നില്ലേ? ഞങ്ങൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നു, അതിനെതിരെ അവർ പരാതി കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ശരിക്കും മതയോളി ആരാണ്? ശരിക്കും മതം തലക്ക് പിടിച്ച മതയോളി ആരാണ്? ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ടെക്നോളജി അണ്ണൻ ഉച്ചരിക്കുന്ന ചില വാക്കുകൾ അതേ നാണയത്തിൽ അതിലും കുറച്ചും കൂടെ കടുപ്പത്തിൽ കട്ടിയിലൊക്കെ പറയാൻ സാധിക്കും. പക്ഷേ അത് പറയാൻ ഞാൻ ഇപ്പോൾ തൽക്കാലം മുതിരുന്നില്ല. കാരണം അണ്ണൻ ഒന്നുമില്ലെങ്കിലും നല്ല 2-3 വീഡിയോകളൊക്കെ ചെയ്തതുകൊണ്ട് ആ ഒരു ചെറിയ പരിഗണന ഞാൻ തരികയാണ്. അണ്ണ ഇത് അടച്ച് ആക്ഷേപിക്കരുത്. വളരെയധികം ആത്മാഭിമാനമൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അണ്ണൻ പറഞ്ഞത് കണക്ക് ഇവർക്കൊക്കെ നിങ്ങളൊരു ജോലി കൊടുക്കുന്നേ. പിന്നെ അണ്ണനോട് ഞാൻ മറ്റൊരു കാര്യം പറയാം. ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ വിശ്വാസപ്രകാരമായിട്ടുള്ള മഫ്ത ധരിച്ചുകൊണ്ട് സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ സംഘിയോളികൾ ആ കുട്ടിയോട് കാണിച്ച ക്രൂരതകളൊക്കെ നീ കണ്ടതാണല്ലോ അല്ലേ? അന്ന് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു അക്ഷരം പോലും നീ വേണ്ടിയിട്ടില്ല. അപ്പം ഒരു മുസ്ലിം ആണെങ്കിൽ പോലും അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ വസ്ത്രം ധരിച്ച് സ്വതന്ത്രമായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നീ പറഞ്ഞത് ഇവിടെ നിർബന്ധിച്ച് ഞങ്ങളാരും ഇതൊന്നും ചെയ്യിക്കാറില്ലെന്ന്. നീ അങ്ങ് യോഗിയുടെ ഊപ്പിയിലോട്ടും വടക്കേന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പാവം പിടിച്ച ജനങ്ങളെ ജയ് ശ്രീറാം വിളിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന എത്രയോ കാഴ്ചകൾ. ഇവിടെ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് അവരെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുകയും പശുവിന്റെ പേരിലും ജയ് ശ്രീറാം വിളിപ്പിച്ചിട്ട് പാവം പിടിച്ച ആൾക്കാരൊക്കെ തല്ലിക്കൊല്ലുന്ന എത്രയോ വാർത്തകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊന്നും കാണുന്നില്ലേ? അപ്പം നീ കേരളത്തിൽ മാത്രം ഇത് നടക്കുന്നില്ല എന്ന് പറയരുത്. ഇവിടെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവിടുത്തെ സംഘിയോളികൾ കയറി മർദ്ദിച്ചത് നീ കണ്ടയാണോ? കരോളിന് ഇവിടുത്തെ കുട്ടികൾ ജാതി മത ഭേദമന്യേ ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ക്രിസ്മസ് വന്നാലും അവർ ആഘോഷിക്കും. കരോള് കൊട്ടിപ്പോയതിന്റെ പേരിൽ ആ കുട്ടികളുടെ കരോള് അടിച്ചു പൊട്ടിച്ച് ആ കുഞ്ഞുങ്ങളെ, അതായത് മക്കളുടെ പ്രായമുള്ള ആ കുഞ്ഞുങ്ങളെ തലയ്ക്ക് മതം പിടിച്ച മതയോളി നീ പറഞ്ഞില്ലേ, ആ വൃത്തികെട്ട നാറികൾ, ആ വൃത്തികെട്ട ചെറ്റകൾ ആ കുഞ്ഞുങ്ങളെ തല്ലിയത് നീ കണ്ടതല്ലേ? ഇതിനെ കുറിച്ചിട്ടൊന്നും നിനക്കൊന്നും പറയാനില്ല അല്ലേ? ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മലൻ TV ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ആയിട്ട് വരുന്നത്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഇതുപോലത്തെ ചില പൊട്ടന്മാർ വന്നിട്ട് കൊണയടിക്കുമ്പോൾ ഞങ്ങൾക്കും മിണ്ടാതിരിക്കാൻ പറ്റില്ല കാളിയണ്ണ, ഞങ്ങളും പ്രതികരിച്ചുകൊണ്ടിരിക്കും. പിന്നെ നിന്റെ അതേ ഭാഷയിൽ തിരിച്ചു മറുപടി പറയാത്തത് എന്താണ് എന്നുള്ളത് നീ ഊഹിച്ചാൽ മതി.
അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ കാലി ടെക്നോളജിക്ക് ഇതിനുള്ള മറുപടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.